ഹായ് ഗെയ്സ്, നമുക്കിന്ന് അടിപൊളി ഒരു സോയ കറി വെച്ചാലോ? നോക്കാം എന്തൊക്കെ വേണമെന്ന്. ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, 4 പച്ചമുളക് കീറിയത്, കുറച്ച് മല്ലിയില, 3 സവാള, കുറച്ച് കറിവേപ്പില. ഇത്രയുമാണ് നമുക്ക് വേണ്ടത്. സോയ ചങ്ക്സ് നമുക്ക് 15 മിനിറ്റോളം ചൂടുവെള്ളത്തിൽ കുതിരാൻ വയ്ക്കാം. ഇനി വേണ്ടത് നമുക്ക് മീഡിയം വലുപ്പത്തിലുള്ള 2 തക്കാളിയാണ് കേട്ടോ. സവാള ഇതുപോലെ കനം കുറച്ച് നമുക്ക് അരിഞ്ഞെടുക്കണം. അത് പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടാനായിട്ട് സഹായിക്കും. തക്കാളിയും ഇതുപോലെ നമുക്ക് നീളത്തിന് അരിഞ്ഞെടുക്കാം. ഇത് 15 മിനിറ്റ് നമ്മൾ കുതിർത്ത സോയ ചങ്ക്സ് ആണ്. ഇനി ഒരു പ്രാവശ്യം കൂടെ നല്ലവണ്ണം കഴുകി നമുക്ക് പിഴിഞ്ഞെടുക്കാം. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഇനി പാത്രത്തിലേക്ക് അല്പം വെളിച്ചെണ്ണ, കടുക് എന്നിവ ഇട്ടിട്ട് പൊട്ടിക്കാം. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്കിടാം. കറിവേപ്പിലയും ഇട്ടിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതും കൂടെ ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളി നല്ലോണം വഴറ്റിയെടുക്കണം. ഉള്ളി പകുതി വെന്ത് വരുമ്പോഴേക്കും നമുക്ക് തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കണം. ഇതെല്ലാം മിക്സായിട്ട് നല്ലോണം വെന്ത് വരണം. ഇതിപ്പോൾ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളിട്ട് കൊടുക്കാം. ആദ്യം മുളക് പൊടിയാണ്. ഞാനിവിടെ 2.5 ടീസ്പൂണാണ് മുളക് പൊടി യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തത് മല്ലിപ്പൊടിയാണ്. അതൊരു 3 ടീസ്പൂൺ നമുക്ക് അതിലേക്കിടാം. ഇത് ഗരം മസാലയാണ് കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും യൂസ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ നമുക്ക് നല്ലവണ്ണം ഇത് ചൂടാക്കിയെടുക്കണം. ഇതിൻ്റെ പച്ചമണം നല്ലോണം പോകുന്ന രീതിയിൽ ചൂടാക്കിയെടുക്കണം. ഇതിന് ശേഷം നമുക്ക് സോയ ചങ്ക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. ഇനി നമുക്ക് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തിട്ട് തിളപ്പിക്കണം. നല്ലോണം ഈ മിക്സ് എല്ലാം സോയയിൽ പിടിക്കുന്ന രീതിയിൽ നമുക്ക് നല്ലോണം തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. കറിക്ക് കുറച്ചുകൂടെ കൊഴുപ്പ് കിട്ടണമെങ്കിൽ നമുക്ക് 2 ടീസ്പൂൺ കോൺഫ്ലവർ കലക്കി നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് വറ്റിച്ചെടുത്താൽ നല്ലോണം കുറുകി നല്ല തിക്നെസ് ആയിട്ടുള്ള ഗ്രേവി കിട്ടുന്ന കറിയായിരിക്കും. ഞാനിവിടെ കോൺഫ്ലവർ ആഡ് ചെയ്തിട്ടില്ല. ഈ കറി തന്നെ നമുക്ക് നല്ലവണ്ണം തിളപ്പിച്ച് വറ്റിച്ച് റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അതും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അവസാനം നമുക്ക് കുറച്ച് മല്ലിയില തൂകിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. സോയ ചങ്ക്സ് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ഫുഡാണ്. അതല്ലാതെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഐറ്റമാണ് സോയ ചങ്ക്സ്. പിന്നെ നമ്മുടെ ബോഡിയിലെ കൊളസ്ട്രോളും ഷുഗറും ഒക്കെ നമുക്ക് നിയന്ത്രിച്ച് കൊണ്ടുപോകാനായിട്ട് നല്ലൊരു ഫുഡാണ് സോയ ചങ്ക്സ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, റെസിപ്പി ഷെയർ ചെയ്യണം. അപ്പോൾ ഇനിയും ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പി വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം.